Good morning, teacher. Hello, good morning. Good morning, teacher. Morning. അതല്ല ബാക്കി ആൾക്കാരെല്ലാം അല്ലല്ലോ രണ്ടുപേരുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ നമുക്ക്? അത് എഴുതിയായിരുന്നു ടീച്ചർ. അത് ആൻസർ ഇന്നലെ പറഞ്ഞു. ആൻസർ പറഞ്ഞതാ, കുഴപ്പമില്ല. ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ കോമൺ റൂട്ട് വേർഡ്സിലേക്ക് കടന്നത് അല്ലെ. ആൻസർ കഴിഞ്ഞപ്പോ ഒരു കുറച്ച് മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ റൂട്ട് വേർഡ്സ് തുടങ്ങി വെച്ചു. കുറച്ച് റൂട്ട് വേർഡ്സ് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. വായിച്ച് മനസ്സിലാക്കി വെക്കാം. എളുപ്പം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇപ്പൊ ചിലതൊക്കെ നമുക്ക് ഇപ്പൊ എന്താ പറയാ എളുപ്പം മനസ്സിലാക്കി വെക്കാൻ പറ്റുന്നത്. അപ്പൊ AUDI അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇത് ഓഡിബിൾ, ഓഡിയോ
എന്നൊക്കെ നമുക്ക് കേൾക്കാനുള്ളത് അല്ലെങ്കിൽ കേൾക്കുന്നത് അതാണ് അല്ലെ, ടു ഹിയർ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ ചേർത്ത് നോട്ട് ചെയ്യുക. അക്വ വാട്ടർ, അക്വേറിയം, AQUA അക്വ വാട്ടറിനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ വാട്ടർ ആണ് അതിന്റെ മീനിങ്. അപ്പൊ ഇതുപോലെ മെഡിക്കൽ ടെർമിനോളജിയിൽ അവിടെ മെഡിക്കലും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില റൂട്ട് വേർഡ്സ് ഇന്ന കാര്യങ്ങളെ മീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് ചെറുതാക്കി ഉപയോഗിക്കുന്നത്. അപ്പൊ ആ റൂട്ട് വേർഡ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മള് 10 റൂട്ട് വേർഡ്സ് പറഞ്ഞു. വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു. ഷാരോൺ വായിച്ചോ? ഇല്ല മിസ്സേ, വായിച്ചില്ലായിരുന്നു. എന്തുപറ്റി? കിട്ടിയില്ലേ? കുറച്ച് തിരക്കായിരുന്നു മിസ്സേ. നിങ്ങൾക്ക് ഈ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളൊക്കെ കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ട് കേട്ടാ, അത് മറക്കരുത്. അതായത് 3 മാസം കഴിയുമ്പോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം അല്ലേ, മാർച്ച് വരുമ്പോ 3 മാസം ആവില്ലേ? ആ, എക്സാം ഉണ്ടാവും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിന്റെ എക്സാം ഒക്കെ ഉണ്ടാവും. അത് പറയും, അതെന്തായാലും നേരത്തെ പറയും, അറിയിക്കും കേട്ടാ. എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അവർ അറിയിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി ഇച്ചിരിയൊക്കെ പഠിച്ച് പോവുക. നമ്മള് കൂടുതൽ അങ്ങോട്ട് ബാക്കോട്ട് പോകുമ്പോ വർക്ക് കൂടി വരും, മനസ്സിലായോ? അപ്പൊ കൂടി വരുമ്പോ നമുക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അന്ന് തന്നെ നമ്മൾ എടുക്കുന്ന 2 or 3 പേജ് മാക്സിമം അത്രയൊക്കെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങളും എല്ലാവർക്കും ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പഠിക്കാൻ നടക്കുന്ന കുട്ടികൾ മാത്രമല്ലല്ലോ അല്ലെ, ബാക്കി നമ്മളുടെ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടിയൊക്കെ ചെയ്യണം, അതിനു വേണ്ടി പോകണം. അപ്പൊ അതുകൊണ്ട് ഒത്തിരി സമയമൊക്കെ നമ്മളുടെ കയ്യിലില്ല അധികം സ്പെൻഡ് ചെയ്യാനായിട്ട്. പക്ഷെ ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം ആ ഒരു എടുക്കുന്ന ഭാഗം വായിച്ച് മനസ്സിലാക്കി വെക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. ഇപ്പൊ ഈ അബ്രീവിയേഷൻസും പ്രിഫിക്സും സഫിക്സും ഒക്കെ നമുക്ക് എല്ലാം അങ്ങനെ മൊത്തം ഈ 500-നൊക്കെ ഇതെല്ലാം കൂടി കൂട്ടി 500 ഉണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കുറെയൊക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ജനറൽ ആയിട്ട് വരുന്ന കുറെ അബ്രീവിയേഷൻസോ പ്രിഫിക്സോ സഫിക്സോ ഒക്കെ അങ്ങനെ ജനറൽ ആയിട്ട് നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നതുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതും പിന്നെ നമ്മൾ കുറച്ച് നോട്ട് ചെയ്യുന്ന പറഞ്ഞ് പരമാവധി നോട്ട് ചെയ്യാനായിട്ട് എല്ലാം കൂടി കൂട്ടി 10-20 നോട്ട് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളൂ. അതുകൂടി ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കാണാപ്പടം പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ രീതിയിലൊക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 1ഉം 2ഉം ഒക്കെ മൊഡ്യൂളുകൾ എക്സാം ആയിട്ട് വരുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങളുടെ വർക്ക് ലോഡായിട്ട് വരും. ഒന്നും തുടങ്ങി ഇത്രയും ചാപ്റ്റേഴ്സ് ഓരോരുത്തരും എടുത്തതുണ്ട്. ഓരോ ആളുകളും ടീച്ചേഴ്സും എടുത്ത ചാപ്റ്റേഴ്സ് എത്ര വീതമൊക്കെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ, അതിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ 3rd and 4th മൊഡ്യൂളുകൾ സ്റ്റാർട്ട് ചെയ്യുക. സാധാരണ അങ്ങനെയാണ്. ഇനി അവര് പറയും, നിങ്ങൾക്ക് അറിയിക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊന്ന് പഠിക്കാന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമൊക്കെ കിട്ടുമ്പോഴേ, ഇനിയിപ്പൊ അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്കും അതിന്റെ പിന്നത്തെ വീക്കിലൊക്കെ പല ഉത്സവവും അതുപോലെ തന്നെ കാര്യങ്ങളും ആഘോഷങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ കുറച്ച് സമയമൊക്കെ നമ്മൾ കണ്ടെത്തി പഠിക്കാൻ നോക്കാം. കുറച്ചെങ്കിലും ഒക്കെ കേട്ടോ. അന്നത്തെ കാര്യം വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ച് അന്ന് തന്നെ പഠിച്ചു വെക്കുകയാണെങ്കിൽ കുറച്ച് കുഴപ്പമില്ല. ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ കേട്ടാ. അപ്പൊ അടുത്ത റൂട്ട് വേർഡ് എന്താന്ന് നമുക്ക് നോക്കാം. കുറച്ച് റൂട്ട് വേർഡ്സും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ എഴുതി തരാം. അത് മാത്രം ഒന്ന് നോക്കുക കേട്ടാ, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഏതാണ് അടുത്തത്? 11ാമത്തെ ആണ് ബ്രോങ്ക്. BRONCH ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാലോ അല്ലെ, ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ, റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ബ്രോങ്ക് എന്ന വാക്ക് റൂട്ട് വേർഡ് ആയിട്ട് വരുമ്പോൾ ബ്രോങ്കിന്റെ കൂടെ ഒരു IS ചേർക്കുമ്പോഴാണ് അത് സഫിക്സ് ചേർന്ന് വേറെ കാര്യമായി. എന്നാൽ ബ്രോങ്ക് എന്ന് പറയുന്ന റൂട്ട് വേർഡ് അതിന്റെ മീനിങ് വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ എയർവേ, അതായത് നമ്മുടെ എയർ പാസ് ചെയ്യുന്ന, അതായത് വായു കടത്തിവിടുന്ന ഒരു പൈപ്പ്, അതാണ് വിൻഡ് പൈപ്പ് എന്നോ എയർവേ എന്നോ നമുക്ക് പറയാം. വിൻഡ് പൈപ്പ് ഓർ എയർവേ, അതാണ് ബ്രോങ്ക് എന്നതിന്റെ മീനിങ്. അടുത്ത BUCC ചീക്ക് എന്നാണ് കേട്ടാ. ചീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ താടി അല്ലെ, സോറി കവിള് അല്ലെ, ചീക്ക്. ചീക്കിനെ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചീക്ക് മീനിങ് ആയിട്ട് വരുന്ന റൂട്ട് വേർഡാണ് BUCC. BURSA പൗച്ച് ഓർ സാക്ക്, ഒരു അറ എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് BURSA, അറ, അതായത് പൗച്ച് ഓർ സാക്ക്.
നമ്മുടെ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള വായു അറയുണ്ട്, അല്ലെങ്കിൽ സ്റ്റൊമക്കിനകത്ത് പല ഇത് സംഭരിച്ചു വെക്കാനുള്ള അറകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള അറകൾക്കെല്ലാം കൂടി കൂടിയിട്ട് ഇത്തരം സാക്സിന് അല്ലെങ്കിൽ പൗച്ചുകൾക്ക് എല്ലാം കൂടി കൂടിയിട്ട് BURSA എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡാണ് ഉപയോഗിക്കുക. കാലസ്, CALLUS, കാലസ്, ഹാർഡ് തിക്ക് സ്കിൻ, ഓൾസോ മെഷ് വർക്ക് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഫോംസ്. അതായത് ഇങ്ങനെ കൂടി കൂടി ചേർന്ന് ഒരു സ്കിന്നിന്റെ കട്ടിയായ ഭാഗം, ആ ഒരു കട്ടിയായ ഏരിയ, ഹാർഡ് തിക്കൻഡ് ഏരിയ ഓർ സ്കിൻ എന്നാ പറഞ്ഞേക്കണേ. ഈ എന്താ പറയാ ചില ഇങ്ങനെ എന്താ പറയാ തൊലികൾ ഇങ്ങനെ വന്ന് കൂടി 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 കട്ടി പിടിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. അതാണ് കാലസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കിങ്ങനെ ഇപ്പൊ നമ്മൾ നടക്കുമ്പോഴൊക്കെ വിത്തൗട്ട് സ്ലിപ്പേഴ്സ് ഓർ എന്താ പറയാ നമ്മൾ ചപ്പൽസ് ഒന്നും ഇടാതെ കുറെ നേരമൊക്കെ നടക്കാൻ നമുക്ക് കാലിനൊക്കെ വേദന എടുക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ വരും. ചില ആളുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെരുപ്പൊന്നും ഇടാതെ ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ കാലില് തയമ്പ് പോലത്തെ അങ്ങനെ നമ്മൾ അങ്ങനെ പറയുമല്ലോ. അങ്ങനെ ഹാർഡൻഡ് ആകും. എന്താ പറയാ സ്കിൻ അവിടെ ഇന്ന് ഇങ്ങനെ നടന്ന് മണ്ണിക്കുടി ഇങ്ങനെ നടന്ന് ഹാർഡൻഡ് ഭാഗമായി മാറും. അങ്ങനെയുള്ള ഭാഗം അതിനെ കാലസ് എന്ന് വിളിക്കുക. ഹാർഡ് തിക്ക് സ്കിൻ അത്രയും പഠിച്ചാലും മതി കേട്ടോ. ഹാർഡൻഡ് ഓർ തിക്കൻഡ് ഏരിയ ഓർ സ്കിൻ എന്നാണ് പറയാ. അടുത്ത CARCIN, കാർസിനോറസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെയൊക്കെ പറഞ്ഞപ്പോ എന്തൊക്കെയോ കാര്യങ്ങള് ക്യാൻസറിന് സാധ്യതയുള്ളത് എന്നാണ്. ചില എന്താ പറയാ ട്യൂമേഴ്സ്, മുഴകളൊക്കെ ക്യാൻസറോറസ് ആണെന്ന് വെച്ചാൽ അത് അങ്ങനെ ക്യാൻസറസ് ആകാനുള്ള സാധ്യതകൾ ഉള്ളതാണ് എന്ന്. CARCIN, കാർസിൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്നാണ് അതിന്റെ റൂട്ട് വേർഡ്. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ചേരുമ്പോ അതിന്റെ അർത്ഥം മാറുന്നു എന്നാണ്. കാരോട്ടിഡ്, CAROTID, ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്, നമ്മുടെ കഴുത്തിലെ വലിയ എന്താ പറയാ ഗ്രന്ഥികളാണ് കേട്ടോ. അതിനെയാണ് കാരോട്ടിഡ്, CAROTID, ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക് ആണത്. അടുത്തത് ഏതാണ്? കാർപ്പസ്, CARPUS, റിസ്റ്റ് ആണ് നമ്മളുടെ ഇത്. ഈ ഭാഗത്തെയാണ് നമ്മൾ എന്താ പറയാ കാർട്ടിസ് എന്ന് വിളിക്കുക. കാർപ്പസ് എന്ന് വിളിക്കുക. CARPUS, കാർപ്പിസ് എന്ന് പറയുന്നത് റിസ്റ്റ് ആണ്. CARPUS. Then സെന്റ്, CENT, സെന്റ്, എ ഫ്രാക്ഷൻ ഇൻ ദ മെട്രിക് സിസ്റ്റം. നമ്മൾ സാധാരണ ന്യൂമറിക് സിസ്റ്റത്തിലെ ഒരു ഫ്രാക്ഷനെയാണ്. അതായത് സാധാരണ അതായത് 1/100th എന്നാണ് അർത്ഥം കേട്ടോ. 100ൽ 1 എന്നതിനെ സൂചിപ്പിക്കാനാണ് മെഡിക്കലില് ഈ ഒരു സാധനം ഉപയോഗിക്കുക. 100ൽ 1. ഇപ്പൊ 100ൽ ഒരാൾക്ക് എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 100ൽ ഒരാൾക്ക് കാണുന്ന ഒരു അസുഖമാണ് എന്നൊക്കെ ചിലപ്പോ ഒക്കെ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടി വരും. ചില ഇൻഫർമേഷൻസ് ആളുകളിലേക്ക് പാസ് ചെയ്യാനായിട്ട് ഇത്തരം ഒരു അസുഖം 100ൽ ഒരാൾക്കൊക്കെ കാണുള്ളൂ, 10ൽ ഒരാൾക്ക് കാണുള്ളൂ, 1000ൽ ഒരാൾക്കേ കാണുള്ളൂ എന്നൊക്കെ നമ്മൾ റെഫർ ചെയ്ത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ 100ൽ 1നെ സൂചിപ്പിക്കാനാണ് CENT എന്ന് പറയുന്ന ഒരു സെന്റ്. നമുക്കറിയാലോ പെർസെന്റേജ്, 100ലാണല്ലോ പെർസെന്റേജ് പറയാൻ, അതിനകത്തൊരു കഷ്ണമാണ് ഈ സെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇവിടെ 1/100th ആണ് കേട്ടോ. 1/100നെ സൂചിപ്പിക്കുന്നതാണ്. അടുത്തത് CENTE എന്ന് പറഞ്ഞ സെന്റി എന്ന് പറഞ്ഞാൽ ടു പങ്ക്ചർ എ ബോഡി, നമ്മുടെ ബോഡി ക്യാവിറ്റിയിൽ ഉണ്ടാകുന്ന ചില ക്ഷതങ്ങളിനെയാണ് നമ്മൾ CENTE, പങ്ക്ചർ എ ബോഡി ക്യാവിറ്റി എന്നാണ് പറഞ്ഞേക്കണേ. അടുത്ത CILI, ഐലിഡ് ആണ്, നമ്മുടെ കണ്ണിന്റെ ഈ പോളയാണ് CILI എന്ന് പറയുന്ന വേർഡ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് കൊണ്ട് സൂചിപ്പിക്കാം. CLEID, ക്ലാവിക്കിൾ എന്നാണ്. ക്ലാവിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതായത് ഒരു വെർട്ടിക്കൽ ലൈൻ കൊണ്ട് ക്ലാവിക്കിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ക്ലാവിക്കിളായിട്ട് തിരഞ്ഞിരിക്കാറുണ്ട് ഒരു ബോഡി, ഒരു ഇമാജിനറി ഒരു വെർട്ടിക്കൽ ലൈൻ. അപ്പൊ അതിങ്ങനെ തിരിക്കാന്ന് ഉദ്ദേശിക്കുന്നത് 2 ക്ലാവിക്കൽ പാർട്ടായിട്ടാണ്. നമ്മളുടെ എന്താ പറയാ ഇവിടെ ക്ലാവിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഷോൾഡറിനും അതുപോലെ തന്നെ കഴുത്തിനും ഇടയിലുള്ള ഒരു ഭാഗം കേട്ടോ. അപ്പൊ 2 ക്ലാവിക്കൽ എന്ന് പറയുമ്പോൾ ഈ 2 ഷോൾഡറും ഉണ്ടല്ലോ, 2 സ്ഥലത്തും 2 ഷോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ കഴുത്തിനും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഷോൾഡറിനും ഇടയിലുള്ള ഈ ഒരു ഭാഗത്തെയാണ് ഒരു എല്ല് ഉണ്ട്, ആ ഒരു ബോൺ അസ്ഥി ഉണ്ട്, അതിനെയാണ് നമ്മൾ ക്ലാവിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ CLEID എന്ന് പറയുന്നത് ക്ലാവിക്കിൾ ആണ്, എ ബോണ്ട് ബിറ്റ്വീൻ ദ ഷോൾഡർ ആൻഡ് നെക്ക് ആണ് കേട്ടോ, നെക്ക്. അടുത്തത് CABITUS, ക്യൂബിറ്റസ് എന്നാണ്. ക്യൂബിറ്റസ് എൽബോനെ സൂചിപ്പിക്കുന്നത്. എൽബോ എന്താ? കൈമുട്ട്. അത് തന്നെ, അത് ഇവിടെയുള്ള ഈ ഭാഗമാണ് നമ്മളുടെ എൽബോ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് CUBITS, ക്യൂബിറ്റസ് എന്നാണ് അതിന്റെ റൂട്ട് വേർഡ്. സൈക്കിൾ എന്ന് പറയുന്നത് സർക്കിൾ, സൈക്കിൾ 2 ബോത്ത് സർക്കിളിനെ സൂചിപ്പിക്കാനും സൈക്ലിക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ഒരു ഇത് കംപ്ലീറ്റ് ആകുന്നതാണ്. ഒരു വരയിൽ നിന്ന് നമ്മൾ തുടങ്ങി ഒരേ എന്താ പറയാ ഡിസ്റ്റൻസിൽ കുറെ പോയിന്റുകൾ ഇങ്ങനെ യോജിപ്പിച്ചു വരുന്നതിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് വിളിക്കുക. അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ സൈക്കിൾ കറങ്ങുന്നതും അതുപോലെയാണല്ലോ സൈക്കിളിന്റെ ചക്രം. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. സർക്കിൾ ഓർ സൈക്കിൾ, CYCL എന്ന് പറയുന്ന റൂട്ട് വേർഡാണ് ഉപയോഗിക്കുക.
അടുത്ത ഡിജിറ്റ്, ഫിംഗർ ഓർ ടോ, അതിനെ സൂചിപ്പിക്കുന്നതാണ്. അതിന്റെ മീനിങ് അതാണ്, ഡിജിറ്റ്, ഫിംഗർ ഓർ ടോ. നമ്മളുടെ ഈ കാലിന്റെ ഈ ഒരു ഭാഗം, ടോവും ഫീറ്റും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ടോ ഭാഗത്തെയാണ് നമ്മൾ അത് കുത്തിങ്ങനെ നടക്കും, ടോയിൽ നടക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് ഫിംഗർ ഓർ ടോ. അതിനെ ഡിജിറ്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. EDE, സ്വെല്ലിങ്, ഇത് എവിടെയെങ്കിലുമൊക്കെ നീർദോഷമൊക്കെ ഉണ്ടാകുക, സ്വെല്ലിങ്, നീര് വരിക, വീക്കം വരിക, അതാണ് ഇൻഫ്ലമേഷൻ. അത് EDE, സ്വെല്ലിംഗ് ആണ്. എസ്തെസി, ESTHESI, എസ്തെസി, റിലേറ്റിംഗ് ടു സെൻസേഷൻ ഓർ പെർസെപ്ഷൻ. അതായത് സെൻസിറ്റീവ് എത്രത്തോളം ഉണ്ട് അത് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വേർഡാണ് എസ്തെസി, ESTHESI. റിലേഷൻ, എന്താ പറയാ, റിലേറ്റിംഗ് ടു സെൻസേഷൻ ആണ്. അടുത്ത FEBR, ഫീവറിനെ സൂചിപ്പിക്കുന്നതാണ്, ഫീവർ ആണ് അതിന്റെ മീനിങ്, FEBR, ഫീവർ. അടുത്തത് ഫ്ലെക്സ്, FLEX, ഫ്ലെക്സിബിൾ എന്നൊക്കെ പറയൂലേ, നമ്മൾ ബെൻഡ് ചെയ്യാൻ പറ്റുന്നത്, ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഫ്ലെക്സിബിൾ ആയ ഒരു സാധനത്തെ മാത്രമേ നമുക്ക് വളയ്ക്കാനോ തിരിക്കാനോ ഒക്കെ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഷോർട്ട് ആയിട്ടാണ് ഫ്ലെക്സ്, ബെൻഡിങ്. അടുത്ത ഫോറാമൻ, FORAMEN, ഫോറാമൻ മീൻസ് ഒരു ഓപ്പണിംഗ് എന്ന് വെച്ചാൽ ഒരു തുറന്ന സ്ഥലം, ഒരു തുറവി എന്നൊക്കെ പറയില്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ, ഇപ്പൊ കുപ്പിയുടെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ അടപ്പിടുന്ന ഭാഗം, അതാണ് കുപ്പിയുടെ ആ ഒരു തുറന്നിരിക്കുന്ന ഭാഗം. എന്തെങ്കിലും വെച്ച് ക്ലോസ് ചെയ്യുമ്പോൾ അത് അടഞ്ഞതാകും. അപ്പൊ ഫോറാമൻ ഓപ്പണിംഗ് എന്നാണ് അർത്ഥം, തുറക്കുന്ന ഭാഗം. അപ്പൊ ഫ്ലെക്സ്, ഫോറാമൻ, അത് 2 പ്രാവശ്യം ആവർത്തിച്ച് വന്നേക്കുന്നതാണ്. ആ പേജിൽ 28ഉം 29ഉം റിപ്പീറ്റ് ചെയ്ത് നമ്മളുടെ പ്രിന്റഡ് നോട്ടിൽ വന്നതാണ്, കുഴപ്പമില്ല, അത് തന്നെ വീണ്ടും വന്നേക്കുന്നത് സെയിം അത് തന്നെയാണ്. അപ്പൊ ബ്രോങ്ക്, BUCC, ബക്ക്, ബർസാർ, കാലസ്, കാൽസിൻ, കാരോട്ടിഡ്, കാർപ്പസ്, സെന്റ്, സെന്റി, സിലി, സ്ലൈഡ്, ക്യൂബിറ്റസ്, സൈക്കിൾ, ഡിജിറ്റ്, AD, എസ്തെസി, ഫെബർ, ഫ്ലെക്സ് ആൻഡ് ഫോറാമൻ. ഇത്രയും വാക്കുകളാണ് ഈ ഒരു പേജിലുള്ളൂ കേട്ടോ. ബാക്കി 2 വീണ്ടും 2 പ്രാവശ്യം വെച്ച് റിപ്പീറ്റ് ചെയ്തേക്കുന്നതാണ്. അതിനകത്ത് ഒന്ന് ചില കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് ബ്രോങ്ക്, BRONCH, ബ്രോങ്ക് ഒന്ന് നോട്ട് ചെയ്യാം. ബ്രോങ്ക്, വിൻഡ് പൈപ്പ് ഓർ എയർവേ എന്ന് നോട്ട് ചെയ്യാം കേട്ടാ. എയർവേ, എയർ പാസ് ചെയ്യുന്ന വഴി, വിൻഡ് പൈപ്പ് ഓർ എയർവേ. വിൻഡ് പൈപ്പ് ഓർ എയർവേ. അടുത്തത് കാലസ് ഒന്ന് നോട്ട് ചെയ്യാം, CALLUS, കാലസ്. കാലസ് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. ഹാർഡ്, HARD, ഹാർഡ്, ഭയങ്കര ഹാർഡായിട്ട്, ഒരു സ്മൂത്ത്നെസ് ഇല്ല, ഹാർഡായിട്ടിരിക്കും. ഹാർഡ്, തിക്കൻഡ് ഏരിയ, THICKENED, തിക്കൻഡ് ഏരിയ, ഹാർഡ്, തിക്കൻഡ് ഏരിയ ഓർ സ്കിൻ, സ്കിൻ. ഹാർഡ് തിക്കൻഡ് ആയിട്ടുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ഹാർഡ് തിക്കൻഡ് ആയിട്ടുള്ള സ്കിൻ, അതിനെയാണ് നമ്മൾ കാലസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുക. അടുത്ത സെന്റ്, CENT, സെന്റ്. സെന്റിന് 1/100 എന്ന് എഴുതാം കേട്ടോ, 1/100, 100ൽ 1 എന്നതിനെ സൂചിപ്പിക്കാനാണ് CENT എന്ന് പറയുന്ന സെന്റ് ഉപയോഗിക്കുക. അടുത്ത CLEID, ക്ലാവിക്കിൾ. ക്ലാവിക്കിളിന്റെ വേർഡ് എഴുതാ, CLEID, റൂട്ട് വേർഡ് അതാണ്. ക്ലാവിക്കിൾ എന്നാണ് അതിന്റെ മീനിങ്. ക്ലാവിക്കിൾ എന്താണെന്ന് കൂടി ഒന്ന് എഴുതി വെച്ചേക്ക. ബോൺ ബിറ്റ്വീൻ, BONE, ബോൺ, ബോൺ ബിറ്റ്വീൻ ഷോൾഡർ ആൻഡ് നെക്ക്. ഷോൾഡർ ആൻഡ് നെക്ക്, നമ്മുടെ ഈ ഷോൾഡറും ഈ കഴുത്തും ഇടയിലുള്ള, അതിന്റെ ഇടയിലുള്ള ഒരു അസ്ഥി, അതാണ് ബോൺ. BONE ആണ് ട്ടാ, BORN എന്ന് എഴുതരുത്. ബോൺ ബിറ്റ്വീൻ ഷോൾഡർ ആൻഡ് നെക്ക്, അതാണ് ക്ലാവിക്കിൾ. CLEID എന്ന് പറയുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു വേർഡ് ആണ് അതിന്റെ റൂട്ട് വേർഡ് ആയിട്ട് വരിക. ഇതിങ്ങനെ വായിച്ചു നോക്കിയ വേഗം ആ ഒരു പേജ് നോട്ട് എഴുതിയെടുത്തോ നിങ്ങള്? എഴുതിയെടുത്തോ നോട്ടിലേക്ക്? എഴുതിയെടുത്തു മിസ്സേ. ആ, എഴുതിയെടുക്കുമ്പോൾ ഒരു ഇച്ചിരിയെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കയറും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ഇടയ്ക്ക്. നോട്ടിലേക്ക് ഒന്ന് നോട്ട് ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിട്ട് നോട്ടിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും എഴുതാം. ഒരു പ്രാവശ്യം എഴുതാൻ വേണ്ടി നമ്മളിങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ താഴോട്ട് എഴുതുമ്പോൾ കുറച്ചെങ്കിലും നമ്മൾ ഓർമ്മയിലിരിക്കുമല്ലോ.
എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര പാടായിട്ട് തോന്നുക. ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കുക. ഞാൻ ആ നോട്ട് ചെയ്യാൻ പറഞ്ഞ ആ വേർഡ്സ് മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി കുറച്ച് പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക. ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകൾ ടീച്ചേഴ്സിന്റെ എല്ലാവരുടെയും തീരാറായിട്ടുണ്ട്. നമ്മളുടേത് ഇപ്പൊ തീരാറായി. എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കുകൾ ഈ ഒരു റൂട്ട് വേർഡ്സോടുകൂടി തീർന്നു. ശരിക്കും പറഞ്ഞാൽ ഇനി വേണമെങ്കിൽ ആദ്യം തുടങ്ങി ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും എക്സാം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് എല്ലാ ദിവസവും ഒന്ന് പഠിച്ചേക്കാട്ടെ. എല്ലാവരുടെയും പഠിക്കണം. ടീച്ചേഴ്സ് വന്ന് പോകണ്ടല്ലോ. ഇപ്പൊ 2 മണിക്കൂർ വെച്ചപ്പോ നേരത്തെ 1.5 മണിക്കൂർ വീതം 3 മണിക്കൂറായിരുന്നു 2 ക്ലാസ്സുകൾ കിട്ടിയിരുന്നത്. അന്ന് 3 മണിക്കൂർ എടുത്തതും ഇപ്പൊ അത് മാറ്റി 2 മണിക്കൂർ ആക്കിയിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ബർഡൻ കുറഞ്ഞു കിട്ടും. കാരണം കുറേശ്ശെ ആണല്ലോ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ടീച്ചേഴ്സിന്. അപ്പൊ അത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. അതെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കാം. വൈകി കയറിയവരോട് കൂടിയാണ് പറഞ്ഞത്. ആദ്യം ഞാൻ കുറച്ചു നേരം ഇത് പറഞ്ഞതാണ്. കുറച്ചു പേര് വൈകിയാണ് ക്ലാസ്സിൽ കയറിയത്. ഇത് പറ്റി നേരം വൈകിപ്പോയേ? ജിനു? അതെ, കൊച്ചിന് പരീക്ഷയായിരുന്നു. എക്സാമിന് പോണം. അടുത്താളുണ്ടല്ലോ തുഷാര. അമ്മയ്ക്ക് സുഖമില്ല മിസ്സേ. അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അപ്പൊ കുക്ക് ചെയ്തിട്ട്. ശരി. ഓക്കെ. ഈ ഒരു പേജ് ഇച്ചിരി അത്ര എന്താ പറയാ, ഇച്ചിരിയെങ്കിലും ബുദ്ധിമുട്ടുള്ളത്. അടുത്ത പേജ് വലിയ കുഴപ്പമില്ലാത്തതാ. സാധാരണ വേർഡ്സ് ആണ്. നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റിയതാ. അടുത്ത നോക്കിയാൽ 30ാമത്തെ റൂട്ട് വേർഡ് നോക്കാം. ഫ്രാക്ട്. FRACT. ഫ്രാക്ഷൻ. ബ്രേക്ക് അല്ലെ, ഫ്രാക്ചർ അല്ലെങ്കിൽ എന്താ പറയാ ഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, മുറിക്കുക എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പഠിക്കാം. FRACT. ബ്രേക്ക്. അതിന്റെ മീനിങ് അതാണ്. FRACT എന്ന് മാത്രം അവര് റൂട്ട് വേർഡ് എഴുതുമ്പോ അതിന്റെ അർത്ഥം ബ്രേക്ക്. അടുത്ത GEST. ക്യാരി, പ്രൊഡ്യൂസ്, കൺജഷൻ എന്നൊക്കെ പറയും. അതായത് വഹിക്കുക, ഉൽപ്പാദിപ്പിക്കുക എന്നൊക്കെ അർത്ഥമുള്ള GEST. ജസ്റ്റ് നോക്കിയാൽ മതി. GNO. അത് നമുക്ക് ജി ഇല്ലാതെ പ്രൊനൗൺസ് ചെയ്ത നോ. ആ നോ തന്നെയാണ് KNOW. നോ കേട്ടാ. ജി ഇല്ലാതെ, ജി സൈലന്റ് ആക്കി കഴിഞ്ഞാൽ നോ എന്ന് വായിക്കാം. അതിന് KNOW നോ ആണ്. അറിയുക എന്ന അർത്ഥം വരുന്ന ഒരു റൂട്ട് വേർഡാണ് GNO. GRAM. ഗ്രാം. സംതിങ് റിട്ടൺ ഓർ റെക്കോർഡഡ്. എഴുതിയത്, റെക്കോർഡ് ചെയ്തത്. ഇത് എഴുതി ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കില്ലേ, അതിനെയാണ് നമ്മൾ ഗ്രാം എന്ന് പറയുന്ന റൂട്ട് വേർഡ് കൊണ്ട്. അപ്പൊ ഗ്രാമിന്റെ മുമ്പിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. കാർഡിയോഗ്രാം. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സാധനം എഴുതി വെക്കുന്നു, റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. കാർഡിയോഗ്രാം അല്ലെ. അതൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഗ്രാഫ്. അതും അതെ, റൈറ്റ് ഓർ റെക്കോർഡ് സംതിങ് ടു ബി റിട്ടൺ ഓർ റെക്കോർഡ് ആണ്. എഴുതുന്നത് തന്നെയായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ഗ്രാമും ഗ്രാഫും ഒരേ റൂട്ട് വേർഡ് മീനിങ് ഉള്ള സാധനങ്ങളാണ് കേട്ടോ. അടുത്ത HUMERUS. ഹ്യൂമറസ്. ദ ബോൺ ഇൻ ദ അപ്പർ ആം. അപ്പർ ആം അതായത് നമ്മുടെ ഈ കൈയില്ലേ, നമ്മുടെ കൈയുടെ ഇവിടെ ഇങ്ങനെ നേരെ ഒരു എന്താ പറയാ ഒരു എല്ലുണ്ട്, ഒരു അസ്ഥിയുണ്ട്. ആ അസ്ഥി ഭാഗത്തെയാണ് ഇതാണ് നമ്മുടെ കൈ. അപ്പൊ ഈ നമ്മുടെ കൈയുടെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഇവിടെ വരെയുള്ള ഒരു അസ്ഥി ഭാഗം നിങ്ങൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഭാഗമാണ് കാണിച്ചത്. ഇവിടെ നേരെ കാണുന്ന ഒരു അസ്ഥി. അതാണ് എന്തെന്ന് വിളിക്കുക, ഹ്യൂമറസ് അല്ലെങ്കിൽ HUMERUS. ദ ബോൺ ഇൻ ദ അപ്പർ ആം, മുകളിലുള്ള ഭാഗം കേട്ടോ. അടുത്ത IDI. ഡിഫറെന്റ്, ഡിസ്റ്റിങ്ക്ട്, വ്യത്യസ്തമായത്, വ്യത്യാസം എന്നൊക്കെ കാണിക്കാനാണ് IDI എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാം. അടുത്തത് IOD. അയോഡിൻ. അയോഡിനെ അയോഡിൻ തന്നെയാണ്. അതിനെ നമുക്ക് സൂചിപ്പിക്കാനായിട്ടാണ് IOD എന്ന് പറയുന്ന റൂട്ട് വേർഡ്. അടുത്ത ലാക്ട്. ലാക്ട്. LACT. ലാക്ടോമീറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? ലാക്ടോമീറ്റർ എന്ന് കേട്ടിട്ടില്ലേ നമ്മള്? മിൽക്ക് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ അങ്ങനെ ഒന്ന് ബന്ധപ്പെടുത്തി ഒന്ന് പറഞ്ഞു നോക്കിയേ. മിൽക്ക് മെഷർ ചെയ്യാൻ. അത് തന്നെ, പാലിന്റെ ഒരു ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ്, ഇൻസ്ട്രുമെന്റ് ആണ് ലാക്ടോമീറ്റർ. അപ്പൊ മിൽക്ക് അതുകൊണ്ടാണ് അതിന്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. അടുത്തത് LINGU. ലിങ്ക്. ടങ് എന്നാണ് അർത്ഥം. LINGU. ടങ് ആണ് അതിന്റെ മീനിങ്. ഇത് കൂടുതലും ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ്. MEN. മൗത്ത്.
MEN മൗത്ത് ആണ്. MEN കൂടെ വേറെ എന്തെങ്കിലും ചേർക്കുമ്പോൾ അത് വേറെ മീനിങ് ആയി മാറും. അടുത്ത OCUL ഐ എന്നാണ്. OCUL ഐ കണ്ണ്. OV എഗ്, എഗ് ആണ് OV. അടുത്ത പാൽപേറ്റ് PALPATE പാൽപേറ്റ്, ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കാൻ, ഇൻസ്പെക്ട് ചെയ്യാൻ, പരിശോധിക്കാനൊക്കെ അതിനെയാണ് PALPATE എന്ന് പറയുക, ടു ഇൻസ്പെക്ട് ബൈ ടച്ച്. PED ചൈൽഡ് ഓർ ഫൂട്ട് എന്നാണ് PED. പീഡിയാട്രീഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ആ PED എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ കൂടെ പിന്നെ അതിന്റെ കൂടെ ബാക്കി ഭാഗമായ പീഡിയാട്രീഷ്യന്റെ ബാക്കി കാര്യങ്ങൾ ചേർക്കുമ്പോൾ അതാരായി, അതായത് കുട്ടികളെ ചികിത്സിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആയി. അപ്പൊ പീഡിയാട്രീഷ്യൻ നമ്മൾ വലിക്കുമല്ലോ, അതാണ് PED ചൈൽഡ്. അടുത്തത് മറ്റേ ഓർ ഫൂട്ട് എന്ന് പറയാൻ കാരണം ഇവിടെ എന്താ പറയാ, കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൂട്ട്, പെഡസ്ട്രിയൻ അതിന്റെ ഒക്കെ കൂടെ PEDന്റെ കൂടെ പിന്നെ ബാക്കി ഒരു ഭാഗം ഒരു സഫിക്സ് കൂടി ചേർക്കുമ്പോൾ പെഡസ്ട്രിയൻ, കാൽനടക്കാർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതാണ്. അടുത്ത പെർക്കസ് PERCUSS ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്, സ്ട്രൈക്കിംഗ് എന്നാണ്. അതായത് അതും ഒരു തരം ഇൻസ്പെക്ഷൻ ആണ്, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പല ഏതെങ്കിലും കാര്യങ്ങൾ നോക്കി ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ രീതിയാണ്. അടുത്തത് ഫോട്ട് PHOT ഫോട്ടോ, ലൈറ്റുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് PHOT ലൈറ്റ് ആണ് അതിന്റെ മീനിങ്. PLEUR റിബ് അല്ലെങ്കിൽ സൈഡ് എന്നൊക്കെ വിളിക്കാം. അടുത്തത് അതൊന്നും നമുക്ക് അറിയണമെന്നില്ല. പിന്നെ PTO അതും ഫൂട്ട് തന്നെയാണ്. PTYAL സലൈവയാണ്. PTYAL സലൈവ എന്നതിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ മീനിങ് അതാണ്. PYR ഫയർ, PYR ഫയർ ആണ്. അടുത്തത് റേഡിയസ് ആണ്. ഫോർ ആം ബോൺ ആണ് ഓൺ ദ തമ്പ് സൈഡ്, തമ്പ് സൈഡിലുള്ള ഒരു തരം ഒരു അസ്ഥി തന്നെയാണ്. ഓക്കെ, ഒരു ലൈൻ ഫ്രം, അല്ലെങ്കിൽ റേഡിയസ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയസ് ഏതാ, സർക്കിൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന അളവിനെയാണ് അല്ലെ, അതാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ എഴുതിയേക്കണേ. ഓൾസോ എ ലൈൻ ഫ്രം ദ കോർണർ ഓഫ് എ സർക്കിൾ ഓർ സ്ഫിയർ ടു ദ എഡ്ജ്, ഒരു സ്ഫിയറിന്റെ ഒരു എഡ്ജിൽ നിന്ന് ഒരു സെന്ററിൽ നിന്ന് ഒരു എഡ്ജിലേക്കോ അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു പോയിന്റിലേക്കോ വരയ്ക്കുന്ന വര, അതിനെ റേഡിയസ് വിളിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് വിളിക്കുക. പക്ഷെ ഇവിടെ ഫോറാം ബോണിനെയാണ് നമുക്ക് തമ്പിന്റെ അവിടെ നിന്നുള്ളത്, തമ്പിന്റെ അവിടെ നിന്ന് ഉള്ള ഒരു എന്താ പറയാ ഒരു അസ്ഥിയാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് റേഡിയസ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാനുള്ളതേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അറിയാവുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചിലത് മാത്രം ഓർത്ത് വെക്കാം, വേറെ കൂടുതലായിട്ട് ഓർത്ത് വെക്കേണ്ടതായിട്ടൊന്നുമില്ല. ഫ്രാക്റ്റ്, ബ്രേക്ക്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ മനസ്സിലാക്കി വെക്കാം. ഗ്രാമും ഗ്രാഫും റൈറ്റും റെക്കോർഡും ഒക്കെ ആയതുകൊണ്ട് അതും വേണമെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കാം. പിന്നെ PED ചൈൽഡുമായി ബന്ധപ്പെട്ടത് പീഡിയാട്രീഷ്യൻ, അതുകൊണ്ട് ആ ചൈൽഡ് വേണമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാം. അത്രയൊക്കെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്തതിൽ എന്താന്ന് നോക്കിയേ, REN എന്താണ്? REN കിഡ്നിയാണ് അതിന്റെ മീനിങ് കൊടുത്തത്. അപ്പൊ നമ്മൾ ഈ REN കിഡ്നി ആയിട്ട് എന്താ ബന്ധം? നമ്മൾ നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും റിനൈൽ തെറാപ്പി, റിനൈൽ എന്താ പറയാ സർജറി, റിനൈൽ റീപ്ലേസ്മെന്റ് ഇതൊക്കെ കേട്ടല്ലേ? എന്താണ് കിഡ്നി റീപ്ലേസ്മെന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അതാണ് റിനൈൽ REN എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ചില ഒരു എന്താ പറയാ സഫിക്സുകളൊക്കെ ചേർന്ന് കഴിയുമ്പോൾ കിഡ്നിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്പ്ലാന്റേഷനോ ഒക്കെ വരും. അപ്പൊ REN കിഡ്നി എന്നാണ് അർത്ഥം. റെറ്റിന, അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. കണ്ണിലെ ഒരു നെർവാണ്, ഇന്നർ നെർവ്, കണ്ണിന്റെ അകത്തുള്ള ഒരു നെർവാണ്. ദാറ്റ് കണ്ടെയ്ൻസ് ലെയർ ഓഫ് ദ ഐ, കണ്ണിന്റെ ഒരു പാളി അല്ലെ ഉള്ള ഒരു നെർവ്, ഇന്നർ നെർവിനെയാണ് നമ്മൾ റെറ്റിന എന്ന് വിളിക്കാം. SANGU ബ്ലഡ് ആണ് കേട്ടോ, SANGU ബ്ലഡ് ആണ് അതിന്റെ മീനിങ്. SEBUM സെബം, എ ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബാഷിയസ് ഗ്ലാൻസ്, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഒരു തരം ഒരു ഓയിലി ഒരു എന്താ പറയാ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു സെക്രേഷനോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഓയിലി ഒരു സബ്സ്റ്റൻസ് ആണ്, ദ്രവരൂപത്തിലായിരിക്കും, പക്ഷെ അതിനൊരു കൊഴുപ്പ് നിറഞ്ഞ പോലത്തെയാണ്, അങ്ങനത്തെ ഒരു സാധനമാണ്. അത് നമ്മുടെ ശരീരത്തിൽ പല ഗ്ലാൻഡുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ ദ സ്കിൻ. നമ്മുടെ ശരീരത്തിലും ഈ തൊലിയുടെ അടിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പലതരത്തിലുള്ള ഗ്ലാൻഡുകൾ ഉണ്ട്. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു തരം ഓയിലി ലിക്വിഡ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ്, അതിനെ വിളിക്കുന്നതാണ് SUBM സബം എന്ന് വിളിക്കുന്നത്. അടുത്ത സെക്ട് എന്ന് പറഞ്ഞ കട്ട്, സെക്ഷൻ SECTION എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗം, മുറിച്ച ഭാഗം എന്നൊക്കെ പറയൂലേ, ആ സെക്ഷൻ എനിക്ക് എന്നൊക്കെ നമ്മൾ പറയൂല, കട്ട് എന്നാണ് അതിന്റെ മീനിങ്. അടുത്ത SEPSIS
എന്താണ് the presence of microorganisms in on or other എന്താ പറയുക toxins in the blood. അതായത് നമ്മുടെ ശരീരത്തില് എന്താ പറയാ പലതരത്തിലുള്ള ബാക്ടീരിയകളോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാകുമല്ലോ, അതിന്റെ പ്രസൻസ് ഉണ്ടാകുക, അല്ലെങ്കിൽ ബ്ലഡില് ടോക്സിൻസ് വിഷാംശങ്ങളൊക്കെ, ഇത് നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ ബ്ലഡിൽ അലിഞ്ഞു കയറുക, ഇതിനെയൊക്കെയാണ് നമ്മൾ SEPSIS എന്ന് പറയുന്ന റൂട്ട് വേർഡ് കൊണ്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ മാത്രമല്ല ടോക്സിക് കണ്ടീഷൻ കോസ്ഡ് ബൈ സച്ച് പ്രസൻസ്, ഇതുകൊണ്ടുണ്ടാകുന്ന ഇത്തരം മൈക്രോ ഓർഗാനിസംസോ അല്ലെങ്കിൽ ഇത്തരം ടോക്സിൻസ് ബ്ലഡിലോ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ചില ടോക്സിക് കണ്ടീഷൻസ്, അതിനൊക്കെ നമ്മൾ SEPSIS എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് ഉപയോഗിക്കുക. അടുത്തത് സെപ്റ്റ്, SEPT, വാൾ, ഡിവൈഡർ, മതില്, ഇത് പാർട്ടീഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം, അതിനെയാണ് സെപ്റ്റ് എന്ന് വിളിക്കുക, വാൾ ഓർ ഡിവൈഡർ. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ കോമൺ ലാംഗ്വേജിലാണെങ്കിൽ സെപ്റ്റാഗൺ എന്ന് വിളിച്ച് അറിയാലോ. പോളിഗോൺസ് വിഭാഗത്തിൽപ്പെട്ടതാണ് സെപ്റ്റാഗൺ. 7 വശങ്ങളുള്ള രൂപങ്ങളാണ് സെപ്റ്റാഗൺ. അത് കോമൺ ലാംഗ്വേജിലാണ്, അതുകൊണ്ടാണ് അവിടെ അത് ഓൾസോ 7 എന്ന് എഴുതി വെച്ചേക്കണം. എന്ന് വെച്ചാൽ 7 എന്ന് പറഞ്ഞാലും സെപ്റ്റ് എന്ന് പറയുന്നതാണ്. സെപ്റ്റാഗൺ എന്നത് പറയുന്നത് 7 വശങ്ങളുള്ള രൂപം. പോളിഗോൺസ് 3 വശങ്ങളുള്ളത് ട്രയാങ്കിൾ, 4 വശമുള്ളത് ക്വാഡ്രിലാറ്ററൽ, 5 വശമുള്ളത് പെന്റാഗൺ, 6 വശമുള്ളത് ഹെക്സാഗൺ, 7 വശമുള്ളത് സെപ്റ്റാഗൺ. അതുകൊണ്ടാണ് ആ സെപ്റ്റ് അവിടെ വന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ 7 എന്ന് പറയുന്നത് മെഡിക്കൽ ടേമിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ജനറൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതാണ് 7 എന്ന് പറയുന്നത്. മെഡിക്കലിലാണെങ്കിൽ വാൾ ഡിവൈഡർ എന്നതിനെ സൂചിപ്പിക്കാനാണ്. അടുത്തത് സെറം, SERUM, സെറം, ദ ക്ലിയർ പോർഷൻ ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിംഗ് ബ്ലഡ്. നമ്മുടെ ശരീരത്തിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ആണ്. ക്ലിയർ ഫ്ലൂയിഡ്സ്, ബ്ലഡ് ഉദാഹരണം, നല്ല ക്ലിയർ ആയിട്ടുള്ള ബ്ലഡ്, അതായത് ബ്ലഡിലെ ടോക്സിൻസ്, നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞല്ലോ ബ്ലഡില് ടോക്സിൻസിന്റെ അളവൊക്കെ വരുമ്പോൾ ഒരു ടോക്സിക് കണ്ടീഷൻ നമ്മുടെ ശരീരത്തിലുണ്ട്. വിഷാംശം ശരീരത്തിലേക്ക് കടന്നുകൂടിയുണ്ടായ മൈക്രോ ഓർഗാനിസംസിന്റെ ഫലമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലൊക്കെ. അപ്പൊ അത്തരം ഇത് വന്നു കഴിയുമ്പോൾ ക്ലിയർ ബ്ലഡ് ആയിരിക്കില്ല. അപ്പൊ ബ്ലഡിലേക്ക് ഇതൊക്കെ കളർന്നുണ്ടാവും. അപ്പൊ ക്ലിയർ ബ്ലഡ് അല്ലെങ്കിൽ ക്ലിയർ പോർഷൻ ഓഫ് ദ ഫ്ലൂയിഡ്സ് ഇൻ അവർ ബോഡി, അതിനെയാണ് നമ്മൾ സെറം എന്ന് വിളിക്കുക. അടുത്ത സൈനസ്, SINUS, ക്യാവിറ്റി, ചാനൽ ഓർ ഹോളോ സ്പേസ്. അതായത് ഒരു ചാനലാണ്, ഒരു വഴി, സൈനസ് ആണ്. അടുത്തത് SOM, ബോഡി എന്നതിനെ സൂചിപ്പിക്കാനാണ് SOM. SPIR, കോയിൽ. കോയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ചുറ്റുന്നതിനെയാണ് നമ്മൾ SPIR, കോയിൽ എന്ന് വിളിക്കുക. STASIS, സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. അതായത് ബ്ലഡ് പോലെയുള്ള ചില ഫ്ലൂയിഡുകൾ നമ്മുടെ ശരീരത്തിൽ നിന്നും അങ്ങനെ ഒഴുകുന്നതില്ലേ, പതുക്കെ ആകുക, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് പോവുക, അതിനെയാണ് നോർമൽ ഫ്ലോ ഒക്കെ. ഇങ്ങനെ സാധാരണ ഒരു ഫ്ലോ ഉണ്ട്, അത് ചിലപ്പോൾ അതിന്റെ ആ ഫ്ലോ സ്പീഡ് കുറയുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിന്നു പോവുക. അതിന് ആ ഒരു സ്റ്റാറ്റസിനെയാണ് നമ്മൾ STASIS, സ്റ്റാറ്റിസ് എന്ന ഒരു എന്താ പറയാ വേർഡ് കൊണ്ട് ഉപയോഗിക്കാം. അടുത്ത സ്റ്റാച്ചർ, STTURE, സ്റ്റാച്യു, ഹൈറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് STERN, സ്റ്റേൺ, സ്റ്റേണം, എന്താ പറയാ ബ്രസ്റ്റ് ബോൺ, അതിനെയാണ് നമ്മൾ സ്റ്റേർണം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ സ്റ്റേൺ എന്ന് വിളിക്കും. ബ്രസ്റ്റ് ബോൺ ആണ്. സ്റ്റോമ, എനി ടൈനി ഓപ്പണിംഗ് ഇൻ ദ സർഫസ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ പല ചെറിയ എന്താ പറയാ ഓപ്പണിങ്സ് ഉണ്ട്, സർഫസിൽ കാണുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് പുറമേ കാണുന്ന ചില പുറമേലേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകാനുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഓപ്പണിങ്സിനെ എല്ലാത്തിനും കൂടി വിളിക്കുന്നതാണ് സ്റ്റോമ എന്ന് പറയുന്നത്. ദ ഓപ്പണിംഗ് ക്രിയേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ വാൾ ഓഫ് ദ പാസേജ് ഫോർ യൂറിൻ, അതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. യൂറിൻ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫെസസ്, സ്റ്റൂൾസ്, ഇതൊക്കെ പുറത്തേക്ക് പോകാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ ഓപ്പണിംഗ് നമ്മുടെ ശരീരത്തിൽ സർഫസിലുണ്ട്, ആന്തരികമായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഭാഗത്തുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റോമ എന്ന് വിളിക്കുക. അടുത്തത് ടാക്റ്റ് ആണ്, അത് ടച്ച്. ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ, സ്പർശനം എന്നാണ് ടാക്ടൈൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ നിന്നും ഉണ്ടായ ഒരു ഷോർട്ട് ഫോം ആണ് TACT, ടാക്ട്, ടച്ച് എന്നാണ് അതിന്റെ അർത്ഥം. അതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. മീനിങ് സാധാരണഗതിയിലും ആ മീനിങ് തന്നെയാണ് വരിക. അപ്പോ ഇതിനകത്ത് നമുക്ക് എഴുതേണ്ടത് സെബം ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ, SEBUM. റെറ്റിന നിങ്ങൾക്ക് അറിയാവുന്നതാണ്. REN, കിഡ്നി, റെനൽ റീപ്ലേസ്മെന്റ്, റെനൽ ട്രാൻസ്പ്ലാന്റേഷൻ, അതൊക്കെ കിഡ്നിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് REN അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. റെറ്റിന അറിയണം, കാരണം അതും നമുക്ക് നോർമലി സ്പീക്കിംഗിൽ നമുക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. അത് രണ്ടും പഠിച്ചു വെക്കുക. പിന്നെ സെബം ഒന്ന് എഴുതി വെക്കുക, SEBUM. ഒരു ഹൈഫനേറ്റഡ് എഴുതാം. ഓയിലി സബ്സ്റ്റൻസ്, OILY, ഓയിലി സബ്സ്റ്റൻസ്
produced by certain glands in the skin. Certain glands in the skin. Gland anta GLANDS, glands. ഒന്ന് വായിച്ചു വെക്കാം. അത്രയും മാത്രം അത് എഴുതാനുള്ളൂ. ബാക്കിയൊന്നും നിങ്ങൾ അറിയണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ റെറ്റിന പിന്നെ ഈ സെബം, ഇത് മൂന്നെണ്ണം ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ലാസ്റ്റത്തെ ടച്ച് അതൊക്കെ അറിയാൻ പറ്റുന്ന വാക്കുകളാണ്, അതൊന്ന് പഠിക്കണം. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാട്ടോ, പറയുന്നത് നോട്ട് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ അയ്യോ അത് ഒന്ന് ഇമ്പോർട്ടന്റ് ഒക്കെ ഏതൊക്കെയാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പറയുമ്പോ തന്നെ അത് നോട്ട് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. കുറച്ചു ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തീർന്നു, ചാപ്റ്ററേ തീർന്നു. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നു. വായിച്ചോ? കഴിഞ്ഞില്ലേ? അത് ശരിയല്ലേ? ഓക്കെ, അടുത്തത് ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ, കുറച്ചും കൂടി ഉള്ളൂ. ടെട്രാ, TETRA. ടെട്രാ മീൻസ് 4. ടെട്രാ, TETRA. ടെട്രാ എന്ന് പറഞ്ഞാൽ 4 എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. TOM, അതായത് TORN ആണ് അത്. TORN ആണ്. ടോൺ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ടോൺ, ടിയർ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ടോൺ. TORN, കട്ട് ആണ് കേട്ടോ, മുറിയുക. ടോക്സിക് മീൻസ് പോയിസണസ് ആണ്, അറിയാവുന്നതാണ്. ടോക്സിക്, പോയിസണസ്. TRICH, ട്രിക്ക്, അതായത് ഹെയർ. HAIR, ഹെയർ ആണ്, നമ്മുടെ ഹെയറിനെ സൂചിപ്പിക്കുക. UR, യൂറിൻ, അതിന്റെ ഷോർട്ടായിട്ട് UR എന്നാണ് അതിന്റെ റൂട്ട് വേർഡ്. VARIC, വെറിക്, അതായത് വെരിക്കോസ് വെയിൻ, അതിനെ സൂചിപ്പിക്കുന്നതാണ് വെറിക്. VARIC, വെരിക്കോസ് വെയിൻ. വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ ഡിസോർഡേർഡ് സെൻസേഷൻ ഇൻ വൺസ് ബോഡി ഓർ ദ സറൗണ്ടിങ്സ് ആർ സീൻ വിച്ച് സംടൈംസ് സീൻ മൂവിങ്. അതായത് ചിലപ്പോ ഇല്ലേ, ഈ വെർട്ടിഗോ എന്ന് പറയുന്നത് ഒരു തരം ഇംബാലൻസിന്റെ കുഴപ്പം കൊണ്ടാണ്. അതായത് നമുക്ക് ചുറ്റുമുള്ള ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് പോലെ തോന്നുക. അത് ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് ഒക്കെ വരുമ്പോ അങ്ങനെ ഉണ്ടാകാറുണ്ട്. പിന്നെ എന്താ പറയാ, സർട്ടൻ നമ്മുടെ ബ്രെയിനിന്റെ ചില പാർട്സിൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് കൊണ്ട് ഉണ്ടാകാറുണ്ട്. ആ ഒരു അവസ്ഥ, ആ ഒരു ഫീലിംഗ് അവസ്ഥ, ഏത് തനിക്ക് ചുറ്റും എന്താ പറയാ എല്ലാ ഒബ്ജക്റ്റുകളും കിടന്ന് ഇങ്ങനെ മൂവ് ചെയ്യുക, വേൾഡ് മൊത്തത്തിൽ കിടന്ന് തനിക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നത് പോലെ തോന്നുന്ന ഒരവസ്ഥ, അതിനെയാണ് വെർട്ടിഗോ എന്ന് വിളിക്കാം.
അപ്പോ വെർട്ടിഗോ മേ ബി അതിന്റെ കോസ് എന്ന് പറയുന്നത് ഡ്യൂ ടു ദ ഇഫക്ട്സ് ഓഫ് ബാലൻസിന്റെ കുഴപ്പം കൊണ്ടാകാം, അല്ലെങ്കിൽ സർട്ടൻ പ്രോബ്ലംസ് ഇൻ അവർ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാകാം. ഇതൊക്കെ കാരണം കൊണ്ടുണ്ടാകുന്ന ഒരു ഇതാണ് വെർട്ടിഗോ എന്ന് പറയുന്നത്. അടുത്ത VISCER, ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓർഗൻസിനെല്ലാം കൂടി പറയുന്ന ഒരു റൂട്ട് വേർഡാണ് VISCER. അടുത്ത വിസ്കസ്, VISCOUS, വിസ്കസ് മീൻസ് സ്റ്റിക്കി, ഒട്ടുന്നത് എന്ന് പറയുന്നതാണ്. വിസ്കസ് ഒട്ടുന്നതാണ് സ്റ്റിക്കി. അടുത്തത് XEN ആണ്, ഫോറിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് XEN, ഫോറിൻ മീൻസ് വിദേശം എന്നുള്ള അർത്ഥം. അടുത്ത XER ആണ്, അത് ഡ്രൈ മീൻസ് ഉണങ്ങിയത് എന്നർത്ഥം കേട്ടോ. XER ഡ്രൈ എന്ന് പറയുന്നതാണ് അതിന്റെ മീനിങ്. XENും XERും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. XEN അത് ഫോറിൻ, അത് മെറ്റീരിയൽ, ഒരു ഏതെങ്കിലും വിദേശ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് അത് XEN എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ XER എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള ഒരു നേച്ചറിലുള്ള എന്തെങ്കിലും സാധനത്തെ സൂചിപ്പിക്കാനാണ് DRY, ഡ്രൈ എന്ന് പറയുന്നതിന് XER ഉപയോഗിക്കാം. അപ്പൊ എത്രയേ ഉള്ളൂ, 79 എണ്ണമാണ് ഇതിനകത്ത് ഉള്ളത്. ഏത് നമ്മളുടെ റൂട്ട് വേർഡ്സ് ആയിട്ട് വരുന്നത് 79 ഉണ്ട്. അബ്രീവിയേഷൻസ് എത്ര ഉണ്ടായിരുന്നു? 300 എത്ര അബ്രീവിയേഷൻ ഉണ്ടായിരുന്നു? പറയുന്നത് കേൾക്കണല്ലോ നിങ്ങള്. ടോട്ടൽ അബ്രീവിയേഷൻ ടോട്ടൽ അബ്രീവിയേഷൻ എത്ര ഉണ്ട്? അബ്രീവിയേഷൻ 327 അല്ലെ? 327 അബ്രീവിയേഷൻസ് ഉണ്ട്. 79 എന്താ പറയാ റൂട്ട് വേർഡ്സ് ഉണ്ട്. പിന്നെ എത്ര പ്രിഫിക്സ് സഫിക്സ് ഒക്കെ ഉണ്ട്? പ്രിഫിക്സ് എത്ര ഉണ്ടായിരുന്നു? 127. 127, ഒരു 500 കൂടുതലുണ്ട് എല്ലാം കൂടി കൂട്ടി അല്ലെ. സഫിക്സും ഉണ്ട് അത്രയും, ഏകദേശം ഒരു 37. അപ്പൊ ഒരു 500 കൂടുതലൊക്കെ ഏകദേശം ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കാൻ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞതും പിന്നെ കോമൺ ആയിട്ട് നമ്മൾ യൂസേജിൽ വരുന്നതുമായിട്ടുള്ള പ്രിഫിക്സ് ആയിക്കോട്ടെ സഫിക്സ് ആയിക്കോട്ടെ റൂട്ട് വേർഡ്സോ അബ്രിവിയേഷനോ ഒക്കെ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കുക. ഈ വെർട്ടിഗോ എന്താണെന്നൊന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. VERTIGO, വെർട്ടിഗോ. ഷോർട്ടായിട്ട് പറഞ്ഞുതരാം അത് എന്താണ്. വെർട്ടിഗോ ഇതിന്റെ മീനിങ് എഴുതാം. A situation that feels the surroundings are SURROUNDINGS, surroundings are moving. നമുക്ക് തോന്നലാണത്, ഇങ്ങനെ ആക്ച്വലി ചുറ്റി കറങ്ങുന്നില്ലല്ലോ അല്ലെ? കറങ്ങുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് വിസിബിൾ അല്ല. പക്ഷെ നമുക്ക് അത് ഇങ്ങനെ കറങ്ങുന്നതായിട്ട് തന്നെ ഫീൽ ചെയ്യും. അതാണ്, നമ്മളല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കറിയാം എർത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും കറങ്ങുന്നുണ്ട്, പക്ഷെ അത് വിസിബിൾ അല്ല, നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇത് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് ആസ് മൂവിങ്. ഇറ്റ് മേ ബി, അതിന്റെ കാരണം എഴുതാം. ഇറ്റ് മേ ബി ഡ്യൂ ടു imbalance or problems in certain parts of brain. Certain parts of brain. ഓക്കെ, അതുകൂടെ ഒന്ന് വേഗം വായിച്ചേ.
ഓക്കെ, കഴിഞ്ഞല്ലോ അല്ലേ? ആ, ഇനി നിങ്ങൾ ഒന്ന് പറയാമോ, നമ്മൾ എത്ര ചാപ്റ്ററുകൾ ഇപ്പൊ എടുത്തു? ഞാൻ എന്റെ കാര്യം ഉണ്ടാ ചോദിക്കണേ, എത്ര ചാപ്റ്ററുകൾ, ഓരോ ചാപ്റ്ററിന്റെ പേരൊന്ന് പറയാമോ? Different department in hospital. Okay, different departments in hospital. Medical insurance. Medical insurance. Pharmacy. Pharmacy. Human. Nursing administration. Nursing administration. Laundry and linen service. Laundry and linen service. Medical terminology. Medical terminology. Laboratory service. ഞാൻ വിചാരിച്ചേ ഒരു ചാപ്റ്റർ ഇവിടെ അങ്ങോട്ട് മിസ്സായിട്ടുണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ഞാൻ എടുക്കാത്തതാണെന്ന്. ലോണ്ടറി സർവീസസ് അതും എടുത്ത് അല്ലേ? Laboratory service. സോറി, ലബോറട്ടറി സർവീസസ്. ലോണ്ടറി ആൻഡ് ലിനനും അതിന്റെ കൂടെ മറ്റേതും ഉണ്ട്, ലബോറട്ടറി സർവീസസും അതും എടുത്താണ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് എടുത്തേക്കണം നമ്മൾ മൊത്തം. ഓക്കെ, അതാ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൽ എനിക്കുള്ളത്. അപ്പോ അത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇനി 3 and 4th മൊഡ്യൂളുകളാണ്, അതിനകത്ത് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഇതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സുമാരും അവരുടെയൊക്കെ തീരാറായിട്ടുണ്ടെന്നാ തോന്നണേ. ഇതിന്റെ നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകൾ അത് തീരാറാകുമ്പോഴേക്കും ആണ് നിങ്ങളോട് അറിയിക്കും. അവരുടെ തീർന്നിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അശ്വതി മിസ്സിന്റെ മാത്രമേ കുറച്ച് തീരാനുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എന്താ പറയാ, രമ്യ ടീച്ചറുടെയും ഏകദേശം തീരാറായിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ആണല്ലേ? അല്ലേ? അപ്പൊ അതൊക്കെ തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ടെസ്റ്റ് പരീക്ഷ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ഒന്ന് കുറച്ച് കാര്യഗൗരവമായിട്ട് എടുത്ത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക കേട്ടാ. ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്യാം. എഴുതിക്കോ. എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. What is the root word? What is the root word used for? What is the root word used for windpipe? WINDPIPE. അത് ഇൻവേർട്ടർ കോമയിൽ എഴുതാട്ടാ. ഇൻവേർട്ടഡ് കോമയിൽ ഇടാ. വിൻഡ് പൈപ്പിന് ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ് ഏതാണെന്നാണ് ചോദ്യം. വിൻഡ് പൈപ്പ്. അടുത്തത്, what is the meaning of the root word? What is the meaning of the root word? CAROTID. 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 കാരോട്ടിഡ് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താണെന്നാണ്. നെക്സ്റ്റ് വൺ, a fraction in the metric system. A fraction in the metric system is MEANT. MEANT. MEANT for the root word. MEANT for the root word. MEANT for the root word dash.
Next one. What is the meaning? What is the meaning of the root words? What is the root word? What is the meaning for the root word digit? D-I-G-I-T. Digit. അടുത്തത് which are the root words used which means written or record. Written or record. Written or record. എത്ര ക്വസ്റ്റ്യൻ ആയി ഇപ്പൊ? 5. 5 questions. അഞ്ചെണ്ണത്തിന്റെ ആൻസർ ഒന്ന് വേഗം എഴുതിയേ. Answer എഴുതി. ബാക്കിയുള്ളവർ എഴുതട്ടെ. ജസ്മിൻ ഇത് കഴിയേ എന്നിട്ട് പറയാം. കഴിഞ്ഞോ? ഷാരോൺ, തുഷാരൊക്കെ കഴിഞ്ഞോ? എഴുതി? കഴിഞ്ഞു മിസ്. കഴിഞ്ഞു. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. ആൻസർ കിട്ടാത്തതൊന്നുമില്ല എല്ലാവർക്കും. അവിടെ ഉണ്ടായിരുന്നതാണ്. ജസ്റ്റ് നോക്കിയാ നിങ്ങൾ എഴുതുന്ന അപ്പം തന്നെ പഠിക്കാട്ടാ. പിന്നെ അടുത്ത ദിവസം മുതൽ നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയിപ്പിച്ചു എത്ര ചാപ്റ്ററുകൾ എടുത്തേക്കുന്നത്. ചാപ്റ്റർ ഒക്കെ എഴുതുന്നതിന്റെ ഒക്കെ നോട്ടുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അല്ലെ? നമ്മൾ എക്സ്ട്രാ തരുന്ന കാര്യങ്ങൾ എഴുതാനും അല്ലെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുന്ന എഴുതാനും ഒക്കെ നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടായിരിക്കും. അപ്പൊ 6 ചാപ്റ്ററുകളാണ് നമ്മൾ എടുത്തേക്കണേന്ന് പറഞ്ഞു. ആ 6 ചാപ്റ്ററുകളും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അടുത്ത ക്ലാസ്സിൽ 7 ചാപ്റ്റർ 7 ഉണ്ടല്ലേ? ഓ സോറി, ലാസ്റ്റ് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എഴുതിയില്ലായിരുന്നു. ഓക്കെ, 7 ചാപ്റ്റർ. അപ്പൊ 7 ചാപ്റ്റർ എടുത്തതിന്റെ സൈഡിൽ കൂടി നമ്മൾ കുറെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അതുപോലെ തന്നെ എക്സ്ട്രാ നോട്ടും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നോട്ടുകളടക്കം നിങ്ങൾ കയ്യിൽ നിങ്ങളുടെ ഇപ്പൊ ഈ നമ്മൾ ഇവിടെ കാണിക്കുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന അതിന്റെ പ്രിന്റഡ് നോട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ടുകളൊക്കെ നോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടൊക്കെ തരാറുണ്ട്. അതും എല്ലാമായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ കയറേണ്ടി വരും കേട്ടാ. അപ്പൊ അടുത്ത ദിവസം, അതായത് ആദ്യത്തെ ക്ലാസ്സിൽ വരുമ്പോ നെക്സ്റ്റ് വീക്കിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാസ് ഉള്ളൂ. അപ്പൊ അന്ന് വരുമ്പോ നിങ്ങൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഫാർമസി, അത് രണ്ടും ആ 2 ചാപ്റ്ററുകളൊക്കെ ഒന്ന് നോക്കിയൊക്കെ വെച്ചിട്ട് അന്ന് ക്ലാസ്സിലേക്ക് കയറുക. നോട്ട് കയ്യിലുണ്ടാവണം. നോട്ട് നോക്കി കുറച്ചൊക്കെ ഒന്ന് റെഫർ ചെയ്ത് ഒന്ന് കയറുക. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടി അവിടെ ഒരുമിച്ച് കൂട്ടി വെച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. മൊഡ്യൂളുകൾ ഫസ്റ്റ് സെക്കൻഡ് തീർന്നു കഴിഞ്ഞാൽ എന്തായാലും എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ അന്നേരം എല്ലാം കൂടി വലിച്ചു വാരി നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതിലും ഭേദം തിങ്കളാഴ്ചത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇപ്പൊ 2 ദിവസമൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ എളുപ്പമായിരിക്കും. അങ്ങോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വേഗം ഉത്തരം പറയുമ്പോഴേ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ, നിങ്ങളുടെയും അത്രയും പഠിച്ചു തീരുകയും ചെയ്യാം. അപ്പൊ 2 വേ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റും. ഓക്കെ, പറ്റൂലേ? ഓക്കെ, അപ്പൊ നമ്മുടെ തീർന്നു, ഇന്നത്തെ പോർഷൻ തീർന്നു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ടീച്ചർ കയറുകൊണ്ട് ടീച്ചർ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ പോയേക്കരുത് എങ്ങോ എല്ലാവരും.
അപ്പൊ ഓക്കെ ബൈ, സീ യു. Thank you, teacher. Yes. Thank താങ്ക് യു.